ദരിദ്രരായ വ്യക്തിയെ. പ്രിയപ്പെട്ടവരെ, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ആരാണ് ദരിദ്രരായ വ്യക്തികൾ? ജെറുസലേം കൺവെൻഷൻ ദരിദ്രരോടുള്ള പക്ഷം ചേരലാണ്. കർത്താവ് ദരിദ്രരോട് പക്ഷം ചേർന്നു, അവരോട് കൂടെയായിരുന്നു. എന്താണ് ബൈബിളിന്റെ ദരിദ്രർ എന്ന വാക്കുകൊണ്ട് അവിടുന്ന് നിർവചിക്കുന്നത്? അവിടുന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്, ദരിദ്രർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സലിവിന് അർഹരായിരിക്കുന്നവരാണ് ദരിദ്രരായ വ്യക്തികൾ. ജെറുസലേം കൺവെൻഷൻ ദരിദ്രരോട് പക്ഷം ചേരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സലിവിന് അർഹരായിരിക്കുന്ന വ്യക്തികളോട് പക്ഷം ചേരലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ സാധിക്കും തിരുവചനത്തിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ദരിദ്രരോട് പക്ഷം ചേരുന്ന ദൈവത്തെ. ഇന്ന് ജെറുസലേം കൺവെൻഷൻ നടക്കുമ്പോൾ 10,000-കണക്കിന് മക്കൾ വിവിധങ്ങളായ ദാരിദ്ര്യം പേറിക്കൊണ്ട് കടന്നു വരുമ്പോൾ ആ ദരിദ്രരോട് പക്ഷം ചേരുകയാണ്. എന്നാൽ തിരുവചനത്തിൽ ധനവാനെ കുറിച്ച് പറയുന്നുണ്ട്. ധനികരായ മനുഷ്യൻ, ധനവാനും ലാസറും, ധനികരായ ഭോഷൻ, ഇതൊക്കെ ഒന്നും നേടാൻ സാധിക്കാത്ത അവസ്ഥയാണ്. എന്നാൽ ദരിദ്രന്റെ അവസ്ഥ എന്താ? വചനം പറയുന്നു, ദരിദ്രനെ സമ്പന്നാക്കുവാൻ കർത്താവിന് ഒരു നിമിഷം മതി. ഈ കൺവെൻഷൻ ഉണ്ടല്ലോ, ഇതാ ദരിദ്രരോട് പക്ഷം ചേർന്ന് ദരിദ്രനെ കർത്താവ് വിശംസിക്കുക അവിടുന്ന് സമ്പന്നാക്കും. ദരിദ്രരോട് പക്ഷം ചേർന്നു ദൈവത്തിന്റെ മനസ്സലിവിന് അർഹരായിരിക്കുന്നവർ. ഇതൊക്കെ പറയുമ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എവിടെയാണ് ദരിദ്രരായ വ്യക്തികൾ കിടക്കുന്നത്. ഒന്നാമത് നമുക്ക് പറഞ്ഞു തരികയാണ്, മുറിവേറ്റ വ്യക്തികളാണ് ദരിദ്രരായ വ്യക്തികൾ. മുറിവേറ്റ വ്യക്തികളോട് ദൈവത്തിന്റെ മനസ്സലിവിന് അവർ അർഹരായിട്ടുണ്ട്. നാം വായിക്കുകയാണ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 33-ാം തിരുവചനം. നല്ല സമറിയക്കാരന്റെ ഉപമയാണ് അവിടെ നമുക്ക് വരച്ച് കാണിക്കുന്നത്. ആ വഴിയിലൂടെ ഇതാ ഒരു പുരോഹിതൻ കടന്നു പോകുന്നു, ലേവ്യായും കടന്നു പോകുന്നു, അതുപോലെ തന്നെ സമറിയക്കാരനായ വ്യക്തിയും കടന്നു പോകുന്നു. എല്ലാവരും മുറിവേറ്റ വ്യക്തികളെ കാണുന്നുണ്ട്. എന്നാൽ മുറിവേറ്റ വ്യക്തികളോട് ഓരോ വ്യക്തിക്കും ഉണ്ടായിരുന്ന മനസ്സലിവ് എന്തായിരുന്നു? പുരോഹിതൻ അവിടെ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഞാൻ പോയി തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേവാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്യേണ്ടതാ, എൻ്റെ ശുശ്രൂഷ ഒരുപക്ഷെ അശുദ്ധിയായി തീർന്നേക്കാം. അതുകൊണ്ട് മുറിവേറ്റ് കിടന്ന ആ മനുഷ്യനെ പുരോഹിതൻ തൊട്ടില്ല. ലേവായൻ ആ വഴിക്ക് പോയി. അവരെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്ന മനുഷ്യനാ. അതിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്നെ ഇതാ കൊള്ളക്കാരും അതുപോലെ തന്നെ ചില വ്യക്തികൾ കള്ളത്തരത്തിൽ കിടക്കുന്നതായിരിക്കാം, മുറിവേറ്റ് കിടക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ചെന്ന് സഹായിക്കാൻ ചെല്ലുമ്പോഴാ അദ്ദേഹം മുറിവേറ്റ് കിടക്കുകയല്ല, നമ്മെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അടവ് കാണിച്ച് കിടക്കുന്ന. അതുകൊണ്ട് തന്നെ ലേവായന് നിയമങ്ങൾ അറിയാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ സഹായിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്കെന്താ കിട്ടുക? എനിക്കൊന്നും കിട്ടില്ലാത്ത അവസ്ഥ. പുരോഹിതൻ ചിന്തിച്ചോ, എനിക്കെന്താ കിട്ടുക? എനിക്കൊന്നും ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ സമയത്താണ് പ്രിയപ്പെട്ടവരെ നല്ല സമറിയക്കാരൻ ആ വഴിയിലൂടെ കടന്നു വരുന്നത്. നല്ല സമറിയക്കാരനെ കുറിച്ച് ലൂക്കാ 10:33 പറയുകയാണ്, സമറിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു, അവനെ കണ്ട് മനസ്സലിഞ്ഞു, അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി, തൻ്റെ കഴുതിയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്നു പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന് അവന്റെ കയ്യിൽ 2 ധനാറ കൊടുത്തു. വചനം പറയുകയാണ്, അവനെ കണ്ട് മനസ്സലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ സത്രം സൂക്ഷിപ്പുകാരൻ ആരുടെ അടുത്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്? കാവൽ ദൂതന്മാരുടെ അടുത്താണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആരാണ് പ്രിയപ്പെട്ടവരെ ഈ സമറിയക്കാരൻ? സമറിയക്കാരൻ മറ്റാരുമല്ല, കർത്താവ് യേശുമിശിഹായാണ്. നമുക്കും പറഞ്ഞു തരുന്നു, മുറിവേറ്റ മനുഷ്യൻ അവിടെ തളർന്ന് കിടന്നപ്പോ യേശുവിന്റെ മനസ്സലിഞ്ഞു. ഇതാ ആ മുറിവേറ്റ് കിടന്ന മനുഷ്യരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സമറിയക്കാരനായ വ്യക്തി 10 കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഒന്ന്, അവന്റെ ആ സ്ഥലത്തേക്ക് വന്നു. 2,
അവനെ കണ്ടു. 3 അവന്റെ മനസ്സലിഞ്ഞു. 4 അടുത്തു ചെന്നു. 5 എണ്ണയും വീഞ്ഞുമൊഴിച്ചു. 6 അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി. 7 അവനെ കൊണ്ടുചെന്നു. 8 അവനെ പരിചരിച്ചു. 9 അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ദിവസം ചെലവഴിച്ചു. 10 ഇതാ അവന്റെ കയ്യിലിരുന്ന 2 ധനാറ് കൊടുത്തിട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, മുറിവേറ്റ വ്യക്തികളോട് യേശുവിന് എന്തെന്നില്ലാത്ത അനുകമ്പയുണ്ട്. യേശുവിന്റെ മനസ്സലിവിന് അർഹരായ വ്യക്തികളാണ് മുറിവേറ്റ വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഈ കൺവെൻഷൻ നാം പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലും മേഖലയിൽ മുറിവേറ്റ വ്യക്തികളാണോ? ദൈവത്തിന്റെ മനസ്സലിവിന് അർഹരായിരിക്കുന്ന വ്യക്തികളാണ്. ദൈവത്തിന്റെ കാരുണ്യത്തെ ഭൂമിയിൽ വിളിച്ചു വരുത്തുവാൻ മുറിവേറ്റ വ്യക്തികൾക്ക് അവിടെ നിന്ന് സാധിക്കും. വീണ്ടും നമ്മൾ വായിക്കുകയാണ് 1 സാമുവേലിന്റെ പുസ്തകത്തിൽ. അവിടെ കണ്ടുമുട്ടുന്ന കഥാപാത്രമാണ് ഹന്ന. ഹന്ന ദൈവത്തിന്റെ മനസ്സലിവിന് അർഹയായ വ്യക്തിയാണ്. അവളുടെ ജീവിതം എന്തായിരുന്നു? അവള് എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. പെന്നീസ, അവൾക്ക് മക്കളും കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഹന്ന നല്ലപോലെ പ്രാർത്ഥിക്കുന്ന മകളാ. ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഇതാ അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ സമയത്തുണ്ടല്ലോ ഇവൾ അതീവ ദുഃഖിതയാണ്. അവൾ ദേവാലയത്തിൽ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് പുരോഹിതനായ ഏലി ദേവാലയത്തിൽ വരുന്നത്. പുരോഹിതനായ ഏലി അവളെ കണ്ടിട്ട് ചോദിച്ചു, നീ എന്താ ഉന്മത്തിയായിരിക്കുന്നേ? മദ്യപിച്ചിരിക്കുകയാണോ ദേവാലയത്തിൽ? നീ എന്താ പൊറുപുറത്തോണ്ടിരിക്കുന്നേ? ഈ സമയത്ത് ഇതാ മുറിവേറ്റവളായ തന്റെ ചേടത്തിയുടെ കയ്യിൽ നിന്ന് ഒത്തിരിയേറെ മുറിവേറ്റവളാ. മക്കളില്ലാത്തതിന്റെ പേരിൽ ഒത്തിരിയേറെ അപമാനം സഹിച്ചവളാ. പ്രിയപ്പെട്ടവരെ, ഇവളതാ ഏലിയുടെ മുമ്പിൽ കണ്ണീരോടുകൂടെ പറഞ്ഞു, ഇതാ എനിക്ക് മക്കളില്ല, ഞാൻ അതീവ ദുഃഖിതയാ. എന്റെ ചേടത്തിയുണ്ടല്ലോ എന്നെ എപ്പോഴും പോരു കുത്തിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുകയാണ്, പുരോഹിതനായ ഏലി അവളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ. പിന്നീട് ഒരിക്കലും അവൾ മ്ലാനവതിയായി കണ്ടില്ല. ദൈവം അവൾക്ക് ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞാണ് സാമുവേൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മോട് പറയുകയാണ്, ഏതൊക്കെ മേഖലകളാണോ മുറിവേറ്റ് കിടക്കുന്ന മേഖലകളിൽ ഇതാ സൗഖ്യത്തിന്റെ തൈലവുമായി അഭിഷേകത്തിന്റെ കരവുമായി കടന്നു വരുന്നു ജെറുസലേം കൺവെൻഷൻ. നമ്മുടെ ജീവിതത്തിലേക്ക് ഏതൊക്കെ മേഖലയിൽ മുറിവേറ്റ് കിടക്കുന്നുണ്ടോ, സ്നേഹത്തിന്റെ മുറിവായിരിക്കാം. ഇതാ ഇനി എന്നെ ആരും സ്നേഹിക്കാനില്ലല്ലോ, അംഗീകാരത്തിൻ്റെതാകാം, പ്രോത്സാഹനത്തിൻ്റെതാകാം, എന്നെ ആർക്കും വേണ്ട എന്നുള്ള തോന്നലായിരിക്കാം, അപകർഷബോധമായിരിക്കാം, ഉത്കണ്ഠയായിരിക്കാം, കുറ്റബോധമായിരിക്കാം, അതുപോലെ തന്നെ ഭയപ്പാടുകളായിരിക്കാം. ഏത് മേഖലയായിക്കൊള്ളട്ടെ, ഈ കൺവെൻഷൻ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. ഓരോ വ്യക്തികളിലേക്കും ദൈവത്തിന്റെ ജീവൻ നൽകാൻ, ഓരോ വ്യക്തികളിലേക്കും ജീവന്റെ സമൃദ്ധി ഉണ്ടാകാൻ, ഓരോ കുടുംബങ്ങളിലേക്കും ജീവൻ ഉണ്ടാകാൻ, ഓരോ കുടുംബങ്ങളിലേക്കും ജീവന്റെ സമൃദ്ധി ധാരാളമായി വർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജെറുസലേം കൺവെൻഷൻ 2012 അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം കാണുകയാണ്, ദൈവം ഇറങ്ങി വരുന്ന അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ മണിക്കൂർ. യേശുവിന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ യേശുവിന്റെ മരണത്തിന് ശേഷം തങ്ങളുടെ പഴയ തൊഴിലുകളിലേക്ക് അവർ യാത്രയായി. ഒരു രാത്രി മുഴുവൻ അവർ മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ ഇതാ നെട്ടോട്ടം ഓടി. എന്നാൽ ഈ തുഴഞ്ഞിട്ടും അധ്വാനിച്ചിട്ടും, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കടലിന്റെ എല്ലാ ശാസ്ത്രങ്ങളും അറിയാവുന്ന ശിഷ്യന്മാർക്ക് ഒരു മീനെ പോലും കിട്ടാത്ത രാത്രിയായിരുന്നു. എന്നാൽ ഇവരുടെ വിശപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് സമൃദ്ധമായി മീൻ നൽകുകയാണ്. വിശക്കുന്നവന്റെ ഒക്കെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ട്. ദരിദ്രരോട് പക്ഷം ചേരുക എന്ന് പറഞ്ഞാൽ ദൈവം ദരിദ്രരോട് പക്ഷം ചേർന്ന് വിശക്കുന്നവരോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ഇന്ന് നമ്മോട് പറയുകയാണ്, നീ വിശക്കുന്ന മനുഷ്യനാണോ? എന്തിനു വേണ്ടി നീ വിശക്കുന്നോ? ദൈവത്തിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിക്കോ. ദൈവത്തിന്റെ മനസ്സലിവിന് നീ അർഹനായി തീരും. 4 നമുക്ക് പറഞ്ഞു തരികയാണ്, ദരിദ്രൻ എന്ന് പറയുന്ന വ്യക്തി മനസ്സലിവ്, മാനസാന്തരപ്പെട്ട്
തിരിച്ചു വരുന്ന വ്യക്തിയാണ്. നാം കാണുകയാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രന്റെ ഉപമ. ഇവിടെ നാം വായിക്കുന്ന എന്താ? ഈ ധൂർത്തപുത്രൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പശ്ചാത്താപത്തോടുകൂടി കടന്നു വന്നു. അവനെ 2 കരങ്ങളും നീട്ടി അപ്പൻ സ്വീകരിക്കുന്നു. പാപിനിയായ സ്ത്രീ അനുതാപത്തോടുകൂടി ഇതാ തിരിച്ചു വന്നു. അവളും ദൈവത്തിന്റെ മനസ്സലിവിന് അവിടുന്ന് അർഹയായി. അതുകൊണ്ട് തന്നെ ദരിദ്രൻ എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്ന വ്യക്തിയാണ്. കടക്കെണിയിൽ പെട്ടിരിക്കുന്ന വ്യക്തികളാണ് ദരിദ്രരായ വ്യക്തികൾ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ നിർദ്ധയനായ ഭൃത്യരെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. അതാ അവന്റെ യജമാനൻ അവന് 10,000 രൂപ ഇളച്ചു കൊടുത്തുവെങ്കിൽ ഇന്ന് നമ്മോട് പറയുകയാണ്, നിന്റെ മുമ്പിലും എത്രയോ നിർദ്ധയായ വ്യക്തികൾ കടന്നു വരുന്നുണ്ട്. അവരുടെ എല്ലാ കടക്കണികളില് നിനക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നു, നമ്മുടെയൊക്കെ മുമ്പിലേക്ക് ആരാണ് ദരിദ്രരായ വ്യക്തികൾ? അവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്, മുറിവേറ്റ വ്യക്തികൾ കടന്നു വരുമ്പോൾ, കരയുന്ന വ്യക്തികൾ കടന്നു വരുമ്പോൾ, വിശക്കുന്ന വ്യക്തികൾ കടന്നു വരുമ്പോൾ, മനസ്സ് തിരിഞ്ഞ് മനസ്സാന്തരപ്പെട്ട് വരുമ്പോൾ, കടക്കടിയിൽ പെട്ടിരിക്കുന്ന വ്യക്തികൾ കടന്നു വരുമ്പോൾ നമുക്ക് തിരിച്ചറിയണം, ഇതാണ് ദരിദ്രരായ വ്യക്തി. യേശു പക്ഷം ചേർന്ന് ദരിദ്രരോടായിരുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തെ, ദൈവത്തിന്റെ മനസ്സലിവിന് അർഹരായ വ്യക്തികളാണ് ദരിദ്രരായ വ്യക്തികൾ. ജെറുസലേം